ഒരു ഫാമിലിയിലുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള ആളുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ 4 or 5 പേര് ഇമ്പാക്റ്റഡ് ആണ്. ഗ്രാൻഡ് പേരൻസ്, പേരൻസ്, സിബ്ലിങ്സ്. ഇന്ന് ഞാൻ വിജയരാമൻ്റെ ഓഫീസിൽ പോയിരുന്നു. വിജയരാമൻ്റെ മക്കളെ കണ്ടു. അപ്പോഴാണ് അറിയുന്നത് അവർക്ക് കേൾവിയില്ല എന്നുള്ളത്. ഓട്ടിസത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്, വളരെ സ്ലോ ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. അല്ല സാറേ ഭയങ്കര ഞാൻ പറഞ്ഞു അങ്ങനെ വരില്ല. എന്താ? എൻ്റെ മോൻ ആദ്യമായിട്ടാണ് ഡയപ്പർ ഇല്ലാതെ പുറത്ത് പോകുന്നത്. At the same time, I also tell people who come to me and say, I want to set up an NGO. I said, you cannot do charity on an empty stomach. രണ്ടാമത്തെ കാര്യമുള്ള വളരെ അവർ മിക്കവാറും ഓട്ടിസമുള്ള കുട്ടികളെല്ലാം സ്ട്രക്ചേർഡാണ്. അവർക്കൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചറിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാനുള്ളത്. കേരളത്തിലെ പല അമ്മമാർക്കും ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിക്കണം. ഞാനൊരു പേരൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചോദിച്ചോട്ടെ. കാരണം നമുക്ക് ആദ്യം ഇത് സ്പോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പേരൻ്റ് ആയിരിക്കും. സാർ ഇപ്പോൾ നേരത്തെ മക്കളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വളരെ ഏർലി ഏജിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അവരുടെ ലൈഫ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ എന്താണ്? സാർ ഓഫ് കോഴ്സ് യു ആർ റണ്ണിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ എന്നാലും ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ സാറിന് 1-2 പോയിന്റേഴ്സ് പറയാം. ഒരു കാര്യം ആദ്യം പറഞ്ഞു, ഞാൻ ഐ എം നോട്ട് എ ക്വാളിഫൈഡ് പേഴ്സൺ ടു സേ ദാറ്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യം, ഒന്ന് കുട്ടി എപ്പോഴും റെപ്പറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിളിച്ചാൽ കേൾക്കുന്നില്ല, കേൾവിയുണ്ട് പക്ഷെ വിളിച്ചാൽ കേൾക്കുന്നില്ല. ഒരുപാട് പേർക്ക്, ചിലർക്ക് സംസാരിക്കാൻ പറ്റും, ചിലർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇഫ് യു ഫൈൻഡ് ദാറ്റ് ഒരു സോഷ്യൽ കണക്റ്റ് വരുന്നില്ല, മറ്റു കുട്ടികൾ വരുന്നു, വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കപ്പെടും, ദേ ആർ നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ദർ കുഡ് ബി സംതിങ്, നീഡ് നോട്ട് ബി ദാറ്റ്. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് ടു ആക്ച്വലി ടേക്ക് ദിസ് ചൈൽഡ് ടു എ പീഡിയാട്രിഷ്യൻ ഹു വർക്ക്സ് ഇൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പീഡിയാട്രിഷ്യൻ, അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റോ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റോ. ആൻഡ് ഐഡിയലി ഇതിൽ ചെയ്യേണ്ടത് ഗോ ടു എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദെയർ ഇസ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. അതായത് ഒരു സൈക്കാട്രിസ്റ്റ് വരാം, ശരിക്കും സൈക്കാട്രിസ്റ്റ് വേണമെന്നില്ല, പക്ഷേ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒരു പീഡിയാട്രിഷ്യൻ വേണം, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്. അപ്പോൾ അവർ നോക്കിയിട്ട് there is a scoring on this. There are some international standard, national standards ഉണ്ട്. അതിൽ നോക്കിയിട്ട് അവർ പറയും. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ വളരെ ഇതായിട്ടുള്ള ചിലത് എവിടുന്നോ ഒരു ഇത് കിട്ടുന്നു, പേരൻ്റ് ആപ്പാടെ ടെൻസായിട്ട് വരുന്നു, വന്ന് അസസ്മെൻറ്റ് കഴിയുമ്പോൾ പേരൻ്റ് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ശരിക്കും പറയും, ചൈൽഡ് ഈസ് ഓൺ ദ സ്പെക്ട്രം ബട്ട് നത്തിങ് ടു റിയലി വറി അബൌട്ട്. ലെറ്റ് ദം ആക്ച്വലി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ആ കുട്ടിക്ക് മെയിൻ സ്ട്രീമിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ ഓട്ടിസത്തിൻ്റെ ആ ഒരു പോർഷൻ മാറുന്നില്ല എങ്കിലും ക്യാൻ ഗെറ്റ് ഇൻറ്റഗ്രേറ്റഡ് ടു മെയിൻ സ്ട്രീം എന്നുള്ളത്. അപ്പോൾ ഐഡിയലി ട്രൈ ടു സീ വേ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദം. രണ്ടാമത്തെ ഒരു കാര്യം, പ്രത്യേകിച്ചും ഇത് കഴിഞ്ഞിട്ട് കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, ഡോണ്ട് ഫോഴ്സ് ദ ചൈൽഡ് ടു കം ടു യുവർ വേ ഓഫ് വർക്കിംഗ് or your way of living. I'll share a very interesting episode with you. In fact, when I talk about the story, it's not really a story, but it's something where there was this old couple. The husband was a very senior person in government. They have a big home. Adu grandparents are. Grandparents. And in their home, they have 2 grandchildren. Both of them on the spectrum. ഈ അപ്പനും അമ്മൂമ്മയും താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ അവരെ മകളുടെ മക്കളാണ് 2 ആൺകുട്ടികൾ. 2 പേരും ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ വളരെ സ്ട്രക്ചേർഡാണ്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഇതാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആൾക്കാർ വരും. ഈ ആൾക്കാർ വരുമ്പോൾ ഈ കുട്ടികൾ വരുന്നു, അവർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് കണ്ട മൊത്തം അവിടെ അപ്സെറ്റ് ആവുകയാണ്. അപ്പോൾ ഈ അമ്മൂമ്മ ഒരു കാര്യം ചെയ്തു, ആളുകൾ ആരെങ്കിലും വന്നാലോ വരുന്നെന്ന് പറയുമ്പോൾ ആദ്യമേ പറയും, വീട്ടിൽ 2 ചെറുമക്കളുണ്ട്, 2 പേരും ഓട്ടിസമുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ ബിഹേവിയർ. അത് ഓക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വരാം, അവരുടെ അപ്പൂപ്പനുമായിട്ട് സംസാരിക്കാം. അത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയും. അതോടുകൂടി പ്രോബ്ലം തോന്നുന്നു. അതായത് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം വരുന്നു,
അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ക്ലിയറായിട്ട് ഈ കുട്ടികൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടികളെ മറ്റുള്ളവർ പെരുമാറുന്നത് പോലെ നമ്മൾ അവരുടെ ബിഹേവിയർ മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കണം, ആ കുട്ടികൾ ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ മൂവ്മെൻറ്റ്, അപ്പോൾ ഇല്ല വേറെ ആൾക്കാർ വരുന്നതിന് മൂവ്മെൻറ്റ് പാടില്ല പറഞ്ഞാൽ ഒക്കില്ല, അവർക്കത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പകുതി പ്രോബ്ലം മാറുന്നു. രണ്ടാമത്തെ കാര്യമുള്ള അവർ മിക്കവാറും ഓട്ടിസമുള്ള കുട്ടികളെല്ലാം സ്ട്രക്ചേർഡാണ്. അവർക്കൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചറിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാനുള്ളത്. ഇപ്പം അതിന് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ, നമ്മൾ സാധാരണ വീട്ടിൽ 3-4 പേര് ഇരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും ബെല്ലടിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളിനോട് പോയി വാതിൽ തുറക്കാൻ പറയും. പക്ഷേ ഒരു ഓട്ടിസമുള്ള കുട്ടിയാണെങ്കിൽ അതല്ല പറയാനുള്ളത്, ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ പറയാം. ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ പറഞ്ഞാൽ അയാൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തും. അത് കഴിഞ്ഞിട്ട് അയാളോട് പറയാൻ പോയി ഒന്ന് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് അയാൾ പോയി വാതിൽ തുറക്കും. മറ്റേതാണെങ്കിൽ യു ആർ ഗിവിങ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് വിച്ച് അവർക്ക് ആ രീതിയിലല്ല അവർ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ സ്ട്രക്ചറാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഷൂ ഒരു സ്ഥലത്ത് വയ്ക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീട്ടിലാരും ഒരു ജോലിക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് ഷൂ മാറ്റി വേറൊരു സ്ഥലത്ത് വെച്ചാൽ ഷൂ കണ്ടില്ലെങ്കിൽ അവരങ്ങ് അപ്സെറ്റ് ആവും. അപ്പോൾ നമ്മൾ അവരുടെ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീടുകളിലുള്ള പല ടെൻഷനും മാറും. അത് പലപ്പോഴും പറ്റുന്നത് പ്രത്യേകിച്ചും മൾട്ടിപ്പിൾ ആൾക്കാർ ഫാമിലിയിലുണ്ടെങ്കിൽ അവരെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ലൈഫ് ബിക്കംസ് വെരി കംഫർട്ടബിൾ ആഫ്റ്റർ ദാറ്റ്. സാറിൻ്റെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു പലപ്പോഴും. വെൻ യു വുഡ് ഗോ ഔട്ട് ആൻഡ് കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറയുന്ന നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം ഞാൻ വരുന്നുള്ളൂ, എന്നെ വേണമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. ആ ഒരു അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും വേണ്ടത് ഫ്രം ദ പേരൻസ് സൈഡ്, ഫ്രം ദ ഗ്രാൻഡ് പേരൻസ് സൈഡ്. സാറിൻ്റെ സെൻറ്ററിൽ ഗ്രാൻഡ് പേരൻസിന് ഒരു മൊഡ്യൂളുണ്ടോ അതോ പേരൻസിന് മൊഡ്യൂളുണ്ടോ? കാരണം ഇപ്പോൾ ഈയിടയ്ക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 പേരൻസും വർക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും കുട്ടികളെ റേസ് ചെയ്യുന്നത്. ഞങ്ങളൊരു പേരൻറ്റ് എഡ്യൂക്കേഷൻ മൊഡ്യൂളുണ്ട്, ഇറ്റ്സ് അബൌട്ട് 20 hours ഓർ സോ. അതുപോലെ തന്നെ ഗ്രാൻഡ് പേരൻസിനും പറഞ്ഞു. പണ്ട് പേരൻസും ഗ്രാൻഡ് പേരൻസും ഒരുമിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഈ വർഷം മുതൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. കാരണം ഡിഫറെൻറ്റ് ഇഷ്യൂസ്, അപ്രോച്ച് വ്യത്യാസം. പക്ഷേ അതിൽ വേറൊരു ഇതുള്ള പല ഗ്രാൻഡ് പേരൻസും ഇത് പലപ്പോഴും ഞാനിതിൽ വേറെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പറ്റുന്നത് അമ്മയെ ബ്ലെയിം ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം അമ്മയുടെ സൈഡിലുള്ള അമ്മയുടെ പേരൻസിന് മകളെ കുറ്റപ്പെടുത്താൻ കുഴപ്പമില്ല, അച്ഛൻ്റെ പേരൻസിനും മരുമകളെ കുറ്റപ്പെടുത്താൻ കുഴപ്പമില്ല, മോനെ കുറ്റപ്പെടുത്താൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, മരുമോനെ കുറ്റപ്പെടുത്താൻ അമ്മയുടെ പേരൻസിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഈ അമ്മ ടേക്സ് ദ ബ്രണ്ട്. അതിലൊരിതപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാൻഡ് പേരൻറ്റോട് പറഞ്ഞ് ഇല്ല, അത് അവൾ നേരത്തെ കാര്യങ്ങളെ സംസാരിച്ച് ചെയ്യില്ലായിരുന്നു, അവൾ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയില്ല, ശരിക്കും ഇതിൽ കുറ്റം പറയേണ്ടി വരാൻ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും. കാരണം ഇത് ഒരു അമ്മയുടെ പ്രോബ്ലം ഒരു അച്ഛൻ്റെ പ്രോബ്ലം അല്ല. ചില കേസുകളിൽ ജനറ്റിക്കാണെങ്കിൽ നിങ്ങളാ ഉത്തരവാദി, അവരല്ല. സോ ഡോണ്ട് ബ്ലെയിം ദ മദർ ഓർ ദ ഫാദർ ഫോർ ഇറ്റ്. എനിക്കറിയാവുന്നുള്ളൊരു ഫാമിലി, അവർ ഭാര്യയും ഭർത്താവും കേരളത്തിലുണ്ടായിരുന്നിട്ട് അവരിവിടുന്ന് വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയി. വേറെ ഒന്നും അവർ തീരുമാനിച്ചു വി ഹാവ് ടു ബി ടുഗെദർ ഫോർ അവർ ചൈൽഡ്. അതായത് നമ്മുടെ മകന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് വേണം. അതുകൊണ്ട് നമ്മുടെ രക്ഷകർത്താക്കൾ ഇവിടെയാണ്, അവിടെയാണ് ചെറിയ പ്രശ്നം, നമുക്ക് വേറൊരു സംസ്ഥാനത്തേക്ക് പോയാൽ കുഴപ്പമില്ലല്ലോ, വല്ലപ്പോഴും വന്നാൽ കുഴപ്പമില്ല. ഇതിൽ വേറൊരു പലപ്പോഴും ഞാൻ പറഞ്ഞ അമ്മമാരാണ് ബ്രണ്ട് കൂട്ടെടുക്കുന്നത്. ഇതിൽ പല കേസുകൾ ഇൻക്ലൂഡിങ് പ്രോമിനൻറ്റ് പീപ്പിൾ ഈ മകന് അല്ലെങ്കിൽ മകൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പതുക്കെ ദേ ഡിസ്റ്റൻസ് ദംസെൽവ്സ്. ചിലത് ഹാവ് ഗോൺ ഫോർ ഫോർമൽ സെപ്പറേഷൻസ് ഓൾസോ. ചില കേസുകളിൽ അതായത് ഹസ്ബൻഡ്സ് വിട്ടിട്ട് പോകുന്ന കേസുകൾ ഒരുപാടുണ്ട്. ചില കേസിൽ ഫോർമലി വിട്ടിട്ട് പോയില്ലെങ്കിലും ഹിൽ ഫൈൻഡ് എൻ എക്സ്ക്യൂസ് നോട്ട് ടു ബി നിയർ ദം. ആ ഒരു രീതിയിലുള്ള ഇൻ എ വേ ദേ ആർ അബാൻഡനിങ് ദം, വിച്ച് ഇസ് നോട്ട് കറക്റ്റ്.
കാരണം യു ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദ ചൈൽഡ്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. അത് ഇപ്പോൾ ഞങ്ങളുടെ അവിടെ വരുന്ന ചില കുട്ടികളുടെ പേരൻസൊക്കെ ചിലപ്പോൾ ഫിനാൻഷ്യലി ദേ ഹാവ് ടു ബി ഔട്ട് സൈഡ്. പക്ഷേ ആ കേസുകളിലൊക്കെ നമ്മൾ അവരോട് പറയും, ഒന്ന് പേരൻറ്റ് മീറ്റിങ്ങിന് യു കം ഓൺലൈൻ, വൺസ് എ വീക്ക് യു കം ഓൺലൈൻ, വിൽ ടെൽ യു വാട്ട്സ് ഹാപ്പനിങ്. രണ്ടാമത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കുട്ടിയായിട്ട് ഒരു വലിയ സ്ക്രീനിൽ ഇൻട്രാക്ട് ചെയ്യുക. കുട്ടിക്ക് എൻ്റെ ഫാദറും കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരണം. പിന്നെ ചില കേസുകളിൽ ഈ ഗ്രാൻഡ് പേരൻസ് അവരുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് ആ ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും പൊക്കോ, ഞങ്ങളെവരെ നോക്കിക്കോളാം. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ ചൈൽഡ് ലോങ് ടേം. അതിൽ ചിലർ പറയുന്നൊരു ഹോസ്റ്റലുണ്ടോ കൊച്ചിനെ ആക്കാം. അപ്പോൾ ഞാൻ വളരെ ക്ലിയറായി, ഇല്ല, പേരൻസ് തന്നെ നോക്കണം. പേരൻസ് നോക്കിയാൽ മാത്രമേ അതിനുള്ള ഇമ്പാക്റ്റ് പറ്റുള്ളൂ. ഒരു 10-20 വയസ്സായി കഴിയുമ്പോൾ പിന്നെ ഒരു വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു അസിസ്റ്റഡ് ലിവിങ് സെൻറ്റർ വല്ലതും ഉണ്ടെങ്കിൽ ആക്കാം. പക്ഷെ അല്ലെങ്കിൽ they need the parents' attention and affection. ഒരു ചേഞ്ചിങ് സോഷ്യൽ സിനാരിയോയിൽ ഇപ്പോൾ വി സി എ ലോഡ് ഓഫ് സിംഗിൾ പാരൻറ്റിങ് ഓർ ലോഡ് ഓഫ് സിംഗിൾ പേരൻസ് ഡിവോഴ്സ്, സെപ്പറേറ്റഡ്. രണ്ടാമത് ഈവൻ ഓൺ സോഷ്യൽ മീഡിയ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസസ് ഈ ആസ്പിറേഷണൽ ലിവിങ്, ട്രാവലിംഗ് അറൗണ്ട് ദ വേൾഡ്, ഹൈ കൺസ്യൂമറിസം. അപ്പോൾ അവിടെയൊക്കെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അത് വേറെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളൊക്കെ സൈഡ് ലൈൻഡായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അറ്റൻഷൻ കിട്ടുന്നുണ്ടോ, ആ പ്രയോറിറ്റി കിട്ടുന്നുണ്ടോ വിത്തിൻ ദ കൺസ്ട്രക്ട് ഓഫ് എ ഫാമിലി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇതിൽ പലപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കേസുകൾ കാണുമ്പോൾ ശരിക്കും ഒരു പേരൻ്റ് എങ്കിലും ഹാസ് ആക്ച്വലി ഡെഡിക്കേറ്റഡ് ഹിസ് മോസ്റ്റ്ലി ദ മദർ ഹർ ലൈഫ് ഫോർ ദാറ്റ്. അപ്പോൾ പക്ഷേ ഞാൻ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ദ മദർ ഷുഡ് നോട്ട് ഗിവ് അപ്പ് ഹർ കരിയർ ഫോർ ദാറ്റ്. കാരണം ഇഫ് ഷി ഗിവ്സ് അപ്പ് ഹർ കരിയർ, then she is totally focused on the child alone, and that could have an impact later on in life for her. So I tell the mother, continue with your career, try to see how you can adjust that, and then give the child the attention that is required. So kutti school il pona samayathu you work, or you work when the child is sleeping. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ട്രാവൽ പലപ്പോഴും നമ്മൾ പറയുന്നത് ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഡിസബിലിറ്റി ഉള്ളവരുമായിട്ട് ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ അവൻ വീൽ ചെയറിലാണ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരുപാട് പേര് വീൽ ചെയറിലുള്ളവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പല ടൂറിസം സെൻറ്റേഴ്സ് ആർ ഓൾസോ മെയ്ഡ് ഫ്രണ്ട്ലി. ഇപ്പോൾ പുതിയ റൂൾസ് അനുസരിച്ചിട്ട് ഹോട്ടൽസ് എല്ലാം ഹാവ് ടു ഹാവ് റാംസ് ആൻഡ് ഷുഡ് ബി വി കോൾ ഇറ്റ് ആക്സസിബിൾ ആൻഡ് യു ടോക്ക് ഓഫ് ഇറ്റ് ആസ് എ യൂണിവേഴ്സൽ ഡിസൈൻ. അതായത് you design it in such a manner that anybody can use it, even with a disability. അത് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റേറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റഫ്ലി 1%. US 1 in 54 children is autistic. The latest figure is 1 in 49. ഇന്ത്യയിൽ ഞങ്ങളുടെ the numbers which we have is nearly 1 in 100 is autistic. That's roughly 1% ഞാൻ പറഞ്ഞു. അപ്പോൾ it is not a small number, and it's a huge number. Unfortunately, ഇതിൻ്റെ അറ്റൻഷൻ അറ്റ് വേരിയസ് ലെവൽസ് ഇസ് നോട്ട് ഇനഫ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് over 10 million lives are impacted. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ പലപ്പോഴും ഇതിലൊരു ഇത് വരുന്നത് ഷുഡ് പൊളിറ്റീഷ്യൻസ് ബി ബോതർഡ് അബൌട്ട് ഇറ്റ്സ് ഓൺലി 1%. ഞാനതിൻ്റെ അകത്തൊരു ക്ലിയർ ലോജിക് ഉണ്ട് എനിക്ക്. 1% നിയർലി 6 to 7% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഇമ്പാക്റ്റഡ് ബൈ ദിസ് 1%. മറ്റ് ഡിസബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ about 4 to 5% ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എ ഡിസബിലിറ്റി. ഫിസിക്കൽ ഡിസബിലിറ്റി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ആവാം, ഓട്ടിസം ആവാം, ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ആവാം, വിഷ്വൽ ഇമ്പയർമെൻ്റ് ആവാം. 4 to 5% ആണെങ്കിൽ 30% ഓഫ് ദ പോപ്പുലേഷൻ ഇസ് ഇമ്പാക്റ്റഡ്. കാരണം ഒരു ഫാമിലിയിലുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള ആളുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ 4-5 പേര് ഇമ്പാക്റ്റഡ് ആണ്. ഗ്രാൻഡ് പേരൻസ്, പേരൻസ്, സിബ്ലിങ്സ്. Which politician wins with more than 2 to 3% votes? There is a political this thing also here. അതായത് if people focus on politically, if they start focusing on this area, it is going to benefit them also. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അതിലും ഞാനും ശ്രീ നയനാർ വി ഹാഡ് എ ഗുഡ് റിലേഷൻഷിപ്പ്. നയനാർ ഒരിക്കൽ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞാണ്, എൻ്റെ ഓഫീസിൽ വന്നിട്ട് തിരികെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് ഒരു ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞ, ഇന്ന് ഞാൻ വിജയരാമൻ്റെ ഓഫീസിൽ പോയിരുന്നു, വിജയരാമൻ്റെ മക്കളെ കണ്ടു, അപ്പോഴാണ് അറിയുന്നത് അവർക്ക് കേൾവിയില്ല എന്നുള്ളത്. എന്നിട്ട് പറയുന്നത് ഇത് ആ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമല്ല,
അവരുടെ ഉത്തരവാദിത്തം സമൂഹമാണ് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഷുഡ് നോട്ട് ബിക്കം ദ ബർഡൻ ഫോർ ദ ഫാമിലി അലോൺ. ഇറ്റ് ഈസ് സൊസൈറ്റി. ഇൻഡയറക്ട്ലി ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ദാറ്റ് ഓൺ. കാരണം ഞാൻ ഓട്ടിസം ഏരിയയിൽ നോക്കുമ്പോൾ ഒരു കുട്ടി, ഇന്നത്തെ നമ്മുടെ പല പോളിസീസിലും ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള സ്കൂളിൽ നമ്മൾ 25 കുട്ടികൾക്ക് ഒരു അധ്യാപകർ. ഓക്കെ, ഓട്ടിസം ഏരിയയിൽ നടക്കില്ല. ഞങ്ങൾ നടത്തുന്ന സെൻറ്ററിൽ 4 or 5 കുട്ടികൾക്ക് ഒരു ഫുൾ ഫ്ലെജ് പ്രൊഫഷണൽ, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, പിന്നെ 1 or 2 ആയി. അപ്പോൾ റഫ്ലി ഒരു കുട്ടിക്ക് ഒരു സ്റ്റാഫ് മെമ്പറായിട്ട് പോവുക. നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ എക്സ്പെൻസ് ക്യാൻ കം ടു 4 to 5 lakhs per year. ഹൗ മെനി പീപ്പിൾ ക്യാൻ അഫോർഡ് ഇറ്റ്? ഇന്ത്യയിലാണ് നമുക്ക് ഇൻഷുറൻസ് ഇല്ല. വെസ്റ്റിൽ അമേരിക്കയിലൊക്കെ ഇൻഷുറൻസ് കവേഴ്സ് ഇറ്റ്. അവർക്ക് തെറപ്പി കിട്ടണമെങ്കിലും മറ്റുമൊക്കെ ഇൻഷുറൻസ് കവർ ചെയ്യുന്നു. ഇവിടെ അതില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഇത് ആ ഒരു ഫാമിലിയിലെ ഒരാളുടെ ഇൻകം കുറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ പേരൻറ്റിങ് ആണെങ്കിൽ ഇറ്റ്സ് എ ബിഗർ ഇമ്പാക്ട് ദെയർ. ഇതിനേക്കാളൊക്കെ വലിയൊരു ഇഷ്യൂ വേറെ ഉണ്ട്. പല രക്ഷകർത്താക്കളും ഇത് ഞാൻ നേരത്തെ നയനാടായാലും പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സംബഡി ഹു അണ്ടർസ്റ്റുഡ് ദിസ് വെരി വെൽ. ഞാൻ സ്റ്റേറ്റ് ഡിസബിലിറ്റിയുടെ വർക്കൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ചോദിച്ചു, വിജയരാമൻ ഇതെല്ലാം നോക്കുന്നുണ്ട്, കേരളത്തിലെ പല അമ്മമാർക്കും ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിക്കണം. ആ പ്രാർത്ഥന ഇല്ലാത്തൊരു കേരളമാക്കാൻ നമുക്ക് എന്ത് പറ്റും, സാധിക്കും എന്നുള്ളതാണ്. അതായത് അവർ അതിൻ്റെ കാരണം പറയുന്നത്, എൻ്റെ കുട്ടിയെ ഞാൻ നോക്കുന്നു, എൻ്റെ കാലം കഴിഞ്ഞ് എന്താ പറ്റുന്നത്? സർ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്കൊരു റീഹാബിലിറ്റേഷൻ, അതായത് സമൂഹത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, അത് എത്ര ഡിഫിക്കൾട്ടാണ്, എത്ര ഈസിയാണ്? ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? അത് ശരിക്കും പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആദ്യം മുതലേ കൊടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും അവർ ഇൻഡിപെൻഡൻ്റ് ആകും. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഉണ്ടാവാം. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ജോലി കിട്ടണം. ദാറ്റ് ഐ ടോക്ക് ടു യു സബ്സിക്വൻ്റ്ലി. പക്ഷേ ഇതിൽ ഇപ്പോൾ അവരുടെ ഇപ്പോൾ നമ്മൾ നോക്കും, എനിക്ക് ചില 12-13 വയസ്സായ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ടോയ്ലറ്റ് ട്രെയിൻഡ് അല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അമ്മ എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ മോനെ ക്ലീനാക്കി വയ്ക്കാൻ. ഞാൻ ഈ മോനെന്ന് പറയാൻ കാരണം കൂടുതലും ആൺകുട്ടികളാണ്. ഇപ്പോൾ ഓട്ടിസത്തിൽ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ 4 ആൺകുട്ടികൾക്ക് 1 പെൺകുട്ടിക്ക് ഓട്ടിസം ഉള്ളൂ. എന്തോന്നാണെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ ഫോർ ദാറ്റ്. പക്ഷേ ഈ കുട്ടികളുടെ ഇത് വരുമ്പോഴത്തേക്ക് അപ്പോൾ അമ്മമാരിത് എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ചെയ്യുന്നു. പക്ഷേ ടോയ്ലറ്റ് ട്രെയിനിങ് ആൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ക്യാൻ വെരി ഈസിലി ഡു. ഞങ്ങളുടെ അവിടെ ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു ലേഡി, അവരുടെ മകൻ അപ്പോൾ വന്ന് അഡ്മിഷൻ കിട്ടി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീക്ക്ലി റിവ്യൂസിൻ്റെ സമയത്ത് ഒരു ദിവസം ഞാൻ പാസ് ചെയ്ത് എങ്ങനെയുണ്ട്, ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന്. കുട്ടിക്ക് 13 വയസ്സാണ്. ഞാൻ ചോദിച്ചു, ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വരില്ലല്ലോ ഓട്ടിസത്തിൽ, അങ്ങനെ ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിട്ടേ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അല്ല സാറേ ഭയങ്കര. ഞാൻ പറഞ്ഞു, അങ്ങനെ വരില്ല. എന്താ? എൻ്റെ മോൻ ആദ്യമായിട്ടാണ് ഡയപ്പറില്ലാതെ പുറത്ത് പോകുന്നത്. കാരണം 2 ആഴ്ച കൊണ്ട് ആ കുട്ടി വാസ് ട്രെയിൻഡ് ഓൺ ഹൗ ടു യൂസ് സേ ദറ്റ് ഐ വാണ്ട് ടു ഗോ ടു ദ ടോയ്ലറ്റ് ആൻഡ് ക്ലീൻ ഹിംസെൽഫ് അപ്പ്. അപ്പോൾ അങ്ങനത്തെ കാര്യം, അപ്പോൾ അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് അറ്റ് ദ റൈറ്റ് ഏജ് കൊടുത്താൽ കുഴപ്പമില്ല. രണ്ടാമത്തെ ഒരു ഇത് ഞങ്ങൾ വി ഡു ദാറ്റ് വിത്ത് അവർ എംപ്ലോയബിലിറ്റി ട്രെയിനിങ് ആൻഡ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. കുറേ കൂടെ വലിയ 18 വയസ്സിന് കഴിഞ്ഞ കുട്ടികൾ, പക്ഷേ ഞങ്ങൾ 12 വയസ്സ് മുതൽ തുടങ്ങുന്നുണ്ട്. പലപ്പോഴും ഈ കുട്ടിക്ക് ഈ ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്നറിയുമ്പോൾ, ഏത് ഡിസബിലിറ്റി ഉണ്ടെന്ന് അറിയുമ്പോൾ പേരൻസ് അവരെ ഭയങ്കരമായിട്ട് ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യും തോറും ദേ ഗെറ്റ് ഐസൊലേറ്റഡ്. അപ്പോൾ കടയിൽ പോകണം, വണ്ടിയുള്ള ഒരാളാണെങ്കിൽ കാറിലിരിക്കും, ഞാൻ സാധനം മേടിച്ചുകൊണ്ട് വരാം. അതിനേക്കാളും കുട്ടിയെയും കൊണ്ട് കടയിൽ പോവുക, അന്ന് വാങ്ങാനുള്ള സാധനങ്ങൾ കുട്ടിയെ കൊണ്ട് സാധനം എടുപ്പിക്കുക, കുട്ടിയെ കൊണ്ട് അവിടെ കൗണ്ടറിൽ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ കാർഡ് കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഞങ്ങളുടെ അവിടെ അങ്ങനെ നമ്മൾ ഈ വലിയ കുട്ടികൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്, അയ്യോ മോനെ ഓട്ടോയിൽ വിട്ടാൽ ഡേഞ്ചറസ് ആണ്, ബസ്സിൽ വിടാൻ നോക്കില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ആ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ചെയ്യാം. അത് ഏജ് അങ്ങോട്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് കേസ് ഇപ്പോൾ ഉള്ളത്, ഒരു പയ്യൻ അമ്മ കൂടെ ട്രിവാൻഡ്രത്ത് വന്ന് നിന്ന്, ഈ മസ്റ്റ് ബി ഇൻ ഹിസ് 20s, ട്രെയിൻ ചെയ്ത് ഒരിടത്ത് ജോലി പോലെ കിട്ടി. പക്ഷേ അമ്മ വളരെ ബോൾഡും സ്ട്രോങ്ങും ആയിട്ടുള്ളൊരമ്മ. ആ അമ്മ പതുക്കെ ആ കുട്ടിയെ കൊണ്ട് അയാളെ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുന്നോ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുക. എന്തോ ചെയ്യുന്നറിയാം, ഇപ്പോൾ ആ കുട്ടി
സ്വന്തമായിട്ടൊരു ഒരു 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 റൂമിൽ താമസിക്കുക, അയാളുടെ കാര്യങ്ങൾ നോക്കും, അയാൾ ജോലിക്ക് പോകും, തിരികെ വരും. ആഴ്ചയിലൊരിക്കൽ അയാൾ താമസിക്കുന്ന കൊല്ലത്തടുത്താണ് അമ്മയെ കാണാൻ പോകും, അമ്മയെ അച്ഛനെ കാണാൻ പോകും. അത് ആ പേരൻറ്റിൻ്റെ ഒരു വിൽ പവർ. കാരണം പേരൻറ്റ് ഡിറ്റർമിൻഡാണ് എൻ്റെ കുഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം മുതലേ വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടാണ്, ഫോർ വിച്ച് യു നീഡ് ദി സപ്പോർട്ട് ഓഫ് പ്രൊഫഷണൽസ്. ആ പ്രൊഫഷണൽസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ അവിടെ ചെയ്യുന്ന ചെറിയ പ്രായത്തിൽ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിയുന്നതും ഇപ്പോൾ ആ ഒരു ടീനേജ് മുതലുള്ള കുട്ടികളുള്ള സെൻറ്ററിൽ വി ഹാവ് എ റൂം, മറ്റേ കട്ടിലും ഇതുമൊക്കെ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്യാനും, ഹൗ ടു ടേക്ക് എ ബാത്ത്, ഹൈജീൻ നോക്കുക, സെൽഫ് ഹൈജീൻ നോക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, അത് ഓരോന്നും ട്രെയിൻ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവുന്നു. ആ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അമ്മ കുറച്ചുകൂടെ ഫ്രീ ആവുന്നു. രണ്ടാമത്തെ ഒരു ഇഷ്യൂ, ആൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഒരു ലെവലിനപ്പുറം അമ്മയ്ക്ക് പെർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ അമ്മ വിൽ ഹാവ് പ്രോബ്ലംസ്, അതർ പ്രോബ്ലംസ് വിൽ ബി ദെയർ. അപ്പോൾ അതും ട്രെയിൻ ചെയ്ത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഇപ്പോൾ കേൾക്കുമ്പോൾ സർ ശരിക്കും പറഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട് ടു ടോക്ക് അബൌട്ട് പേരൻസ്. കാരണം സംഹൗ യു ഫീൽ ദാറ്റ് എവറിത്തിങ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദെം ആൻഡ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഇസ് വാട്ട് മേക്സ് എ ഡിഫറൻസ് ടു ദ ചൈൽഡ്സ് ലൈഫ്. കമ്മിങ് ബാക്ക് ടു യു സർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കാരണം നമുക്ക് ഫിലാന്ത്രപ്പിക്കൽ സൈഡ് പേഴ്സ്യൂ ചെയ്ത് പോവാം, നമുക്ക് കരിയർ പേഴ്സ്യൂ ചെയ്ത് പോവാം. സാറിന് ഒരു വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ഉള്ളിടത്താണ് ഈ ഒരു ഏരിയയിലേക്ക് കടക്കുന്നതും ആൻഡ് ഇത്രയും സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ഇന്നും ആൾക്കാർ പൈസയുടെ പുറകെ ഓടുമ്പോഴും കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പോകുമ്പോഴും യു ആർ ഓൺ ദ സൈഡ് സ്ട്രാഡ്ലിംഗ് ദിസ് വേൾഡ് ആസ് വെൽ. വാട്ട് മേക്സ് യു ഡു ദാറ്റ്? There's a limit with what you can spend. Okay, I'm not somebody who goes after brands and things like that. This shirt may be branded, but some of the shirts I wear are less than 500 rupees, less than this. So that's nothing. So some things you need to decide what's important in life. For me, money was never important. If you look at the kind of jobs I've taken or the kind of contracts I've refused because I did not want to work with certain people, are high. But at the same time, you need to have a certain standard of living. You should not compromise on that. I have a bigger responsibility because I have 2 daughters who have a disability. I need to ensure that they are secure also, long term. So that is something which I try to do. So I actually do it in such a manner that I don't mix these two together. At the same time, I also tell people who come to me and say, I want to set up an NGO. I said, you cannot do charity on an empty stomach. You have to be very clear that you have to, but you can't fill your stomach from the charity. That you should not do. So the problem here is that drawing that line is very important. So for me, from the very beginning, with every institution that I was there, is I have tended to draw that line very clearly in such a manner that I do not take anything from the institution. അതായത് ചാരിറ്റി വർക്ക് അല്ലെങ്കിൽ ഫിലാന്ത്രോപ്പിക് വർക്ക് ഒരു വശത്ത് നമ്മുടെ ഇൻകം സോഴ്സസ് വേറെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ല. ഇതൊരു ചെറിയൊരു ഓവർലാപ്പോ മിക്സിങ്ങോ വന്നാൽ അവിടെ പ്രശ്നമാവും. The chances are you can get into a controversy or a problem because people don't know. And many a time when people say something, they may not be understanding the whole thing, but you know, but it doesn't make sense. So the best thing is saying, I will not take anything from there. So coming to a different area altogether, എനിക്ക് ജാപ്പനീസ് കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. വേർ ദേ സേ ദാറ്റ് യു ഹാവ് ടു കീപ് വർക്കിംഗ്. ജീവിതകാലം മുഴുവൻ ജോലിയാണ്, റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഡു വാട്ട് എവർ യു ലവ് ടു ഡു. ഡു യു അഗ്രി വിത്ത് ഇറ്റ്? കാരണം എനിക്കറിയാവുന്നിടത്തോളം യു ഹാവ് ലൈക്ക് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് തിങ്സ് ടു ഡു. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. So do you agree with that concept? Also from a societal perspective, കാരണം നമ്മുടെ കേരളത്തിൽ റിട്ടയർമെൻറ്റ് ഏജ് ഇഫ് യു സേ ഇറ്റ്സ് അറൌണ്ട് 56 to 60, എത്ര പേരാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്? ആൻഡ് ദേ ക്യാൻ യൂട്ടിലൈസ് എ ടൈം ആൻഡ് എനർജി ആൻഡ് ഹെൽത്ത് ഫോർ സോ മെനി തിങ്സ്. I would say government's financial situation will improve if they just increase the retirement age. Because you don't have to pay pension and really it's a fact, we calculated that. But then there's a fear, then what about jobs for the others? When I left Technopark at 40, I was 40 years, 40 വയസ്സായപ്പോൾ ടെക്നോപാർക്ക് വിട്ട സമയത്ത് പലരും ചോദിച്ചു റിട്ടയർ ചെയ്തോ? ഞാൻ പറഞ്ഞു 40 വയസ്സായിരുന്നു ഞാൻ റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എനിക്കിന്ന് 67. Another few more years, I will continue to work as long as I have what I call the energy and the determination to it. മറ്റൊരു കാര്യം, ശരിക്കും
ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളും വരും. പിന്നെ ഇന്നാണെങ്കിൽ വാട്സാപ്പിൽ അസുഖം ഇല്ലാത്തവരും വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അസുഖം ഉണ്ടോയെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ളൊരു ചേഞ്ച് വരും. പിന്നെ ഈ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ തന്നെ ഡിസബിലിറ്റി സെക്ടറിൽ വർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറേ ടൈം എടുക്കും വരാൻ. പക്ഷെ ചെറിയ ചെറിയ വിൻസാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അതിലൊരു ഹാപ്പിനെസ്, ആ ഒരു ഫാമിലിക്ക് വരുന്ന ഹാപ്പിനെസ് നമുക്കും വരുമ്പോൾ ഇറ്റ് ഹെൽപ്സ് യു ഔട്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡോട് ചെയ്യുക. ശരിക്കും നേരത്തെ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യന് ഈ നമ്മളിപ്പോൾ 56 വയസ്സാകുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് പോകുന്നു. അധ്യാപകർ വളരെ നല്ല അധ്യാപകരുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് കാണുന്നത്, എനിക്ക് അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം എനിക്കൊരു ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടി, ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഫോർമൽ സ്കൂൾ, വി ലുക്കിംഗ് ഫോർ എ ക്യാമ്പസ്, അത് തുടങ്ങുകയാണെങ്കിൽ വി വിൽ ലുക്ക് അറ്റ് വാട്ട് ഐ കോൾ റിവേഴ്സ് ഇൻറ്റഗ്രേഷൻ. ഇന്ന് സ്കൂളുകളിൽ 4% സീറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്, കോളേജുകളിലും ഉണ്ട്. ഞാൻ പറയുന്ന ഒരു സ്കൂൾ തുടങ്ങും, 50% സീറ്റ് ഡിസബിലിറ്റി ഇല്ലാത്തവർക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നു. പക്ഷേ 56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ഏറ്റവും നല്ല സ്കൂൾ അധ്യാപകരെ നമ്മളിവിടെ റിക്രൂട്ട് ചെയ്യുക. ആ അധ്യാപകനുള്ളതുകൊണ്ട് മറ്റു കുട്ടികൾ ഇവിടെ വരും. കാരണം ഈ വളരെ നല്ല അധ്യാപകനാണെങ്കിൽ, ഇത്രയും എക്സ്പീരിയൻസ് കിട്ടിയ ഒരാൾ, അയാൾ 56, ഇന്നത്തെ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ 70, 75, 80, 90 വരെയൊക്കെ പോകുന്നു. എൻ്റെ മദർ 97 ഇയേഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 56 വയസ്സ് കഴിയുമ്പോൾ അയാൾക്കൊരു മിനിമം 10 to 15 ഇയേഴ്സ് ഇനിയും ആക്റ്റീവായിട്ടുള്ളൊരു പീരീഡുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിലായ ആ വ്യക്തിയെ നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതുവരെ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റിന് ഒരു ലോസാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് മാറണം. പക്ഷേ ഇന്ന് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ പലരും 65, 70 വയസ്സായ നല്ല കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ they continue to re-employ them and use them. പ്രൈവറ്റ് സെക്ടറിൽ 60ഒക്കെയാണ്. പക്ഷേ പല രാജ്യങ്ങളിലും ഒരു റിട്ടയർമെൻറ്റ് ഏജ് പറയുന്നില്ല. ഇഫ് യു ക്യാൻ ഡു യുവർ ജോബ് അറ്റ് ദ സെയിം ലെവൽ, പിന്നെ ശമ്പളം അതുപോലെ കൂടി പോകണമെന്നില്ല, പക്ഷേ ആ ഒരു ലെവലിൽ ശമ്പളത്തിനൊരു സീലിംഗ് വരാം, ഒരു ചെറിയൊരു ചേഞ്ചേ വരുള്ളൂ. ആ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ വർക്ക് ചെയ്യണമെന്ന്. കാരണം അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. എനിക്ക് ഈ ഐഡിയ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എനിവേ, നമ്മൾ സാധാരണ ഞാനൊരു കാർഡ് ഗെയിമിലേക്ക് കടക്കാറുള്ളതല്ല, പക്ഷേ വിജയരാഘവൻ സാർ ആയതുകൊണ്ട് ഒരു ചാൻസ് എടുക്കണം. നമുക്കൊരു ചെറിയ കാർഡ് ഗെയിം വിളിച്ചാലോ? ഓക്കെ. എൻ്റെ ഫ്രണ്ട് വെനസയുടെ കാർഡ് ഗെയിമാണ്. ഇതിനകത്ത് കുറച്ച് വാക്കുകളുണ്ട്. വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്, അനക്ഡോട്ട്, എക്സ്പീരിയൻസ്, എന്താന്ന് വെച്ചാൽ, യുവർ മെമ്മറീസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ഒന്ന് എടുത്താൽ മതി. ഏതെങ്കിലും ഒരു കാർഡ് എടുത്തിട്ട് റാൻഡം ആയിട്ടുള്ള അത് വന്നിരിക്കുന്ന കാര്യം ഷെയർ ചെയ്യാം. Going to do it, then do it well. മോട്ടോ ഓഫ് യുവർ ലൈഫ്? ഒരു വിധത്തിൽ എൻ്റെ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്താലും ഇറ്റ് ഹാസ് ടു ബി ഓഫ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, കംപ്ലീറ്റ്ലി ബെറ്റർ ദെൻ വാട്ട്സ് ഓൾറെഡി ദെയർ. ഇപ്പോൾ വളരെ ഗിവൻ ടെക്നോ പാർക്ക് ചെയ്തപ്പോൾ ടെക്നോ പാർക്കിൻ്റെ വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ വി ഡിസൈഡ് ടു യൂസ് എ ടാഗ് ലൈൻ അറ്റ് ദറ്റ് ടൈം, ദ വേൾഡ്സ് ഗ്രീനസ്റ്റ് ടെക്നോപോളിസ്. യു ഹാവ് ടു സേ യു ആർ ദ ബെസ്റ്റ് സംവെയർ. ഇപ്പോൾ നിഷ് തുടങ്ങുന്ന സമയത്ത് നമ്മളതിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പേരിട്ടപ്പോൾ ചില ഉദ്യോഗസ്ഥരും മറ്റും പറഞ്ഞു, ഇങ്ങനെ നാഷണൽ, ഇത് സ്റ്റേറ്റ് തുടങ്ങണമല്ലേ, കേരളത്തിൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ നാഷണൽ എന്ന് പറഞ്ഞു. അപ്പോൾ നാഷണൽ എന്ന് പറഞ്ഞാൽ മാത്രമേ നാഷണലായിട്ട് ആലോചിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നിഷ് നാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും വി ഹാവ് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ വി ഹാവ് ടു തിങ്ക് ബിയോണ്ട് വാട്ട് ഇസ് ദെയർ. പലപ്പോഴും നമുക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, വേറൊരാൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ ഞാൻ ആ ബിസിനസ് അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അതല്ല ചെയ്യേണ്ടത്. ആ വ്യക്തി ചെയ്യുന്ന ബിസിനസ് നമുക്ക് താല്പര്യമുണ്ട്, അത് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഹൗ യു ഡു ഇറ്റ് എക്സ്പോണൻഷ്യലി ബെറ്റർ. അതായത് ആ വ്യക്തി ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് ബെറ്ററായിട്ട് ചെയ്താൽ മാത്രമേ അതിലോട്ട് പോകാവൂ. അല്ലെങ്കിൽ പണ്ട് കോട്ടയത്ത് എല്ലാവരും ചെരുപ്പ് കമ്പനി തുടങ്ങിയ പോലെ ആയിപ്പോൾ. 1-2 ചെരുപ്പ് കമ്പനി മറ്റേ റബ്ബർ ചപ്പൽസ് ഉണ്ടാക്കുന്ന ഒരു സക്സസ്ഫുൾ ആയപ്പോൾ എല്ലാവർക്കും റബ്ബർ ചെരുപ്പ് കമ്പനി തുടങ്ങണമെന്ന് തുടങ്ങി. മിക്കവാറും എല്ലാവരും പൊളിഞ്ഞു. ആദ്യം തുടങ്ങി 1-2 പേര് മാത്രം സർവൈവ് ചെയ്തു. ദാറ്റ് ബി വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ. Just let it be.
ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞു വിടാറുള്ള കാര്യങ്ങളുണ്ടോ? ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇതുള്ളത്, ഐ വിൽ നോട്ട് ഫൈറ്റ് എ ബാറ്റിൽ ഓർ എ വാർ വിച്ച് ഐ തിങ്ക് ഇസ് നോട്ട് വർത്ത് ഫൈറ്റിംഗ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ വരുന്നു, ആ ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ അകത്ത് അത് ഡെഫിനറ്റായിട്ടും അത് സക്സസ്ഫുൾ ആകാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റെലവൻറ്റ്, വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം ഓൺ ഇറ്റ് എന്ന് തോന്നുകയാണെങ്കിൽ ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ആരെങ്കിലും റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, ഇറ്റ് ഈസ് നോട്ട് ഇമ്പാക്റ്റിംഗ് എനിബഡി എൽസ്, ഇറ്റ്സ് നോട്ട് ഇമ്പാക്റ്റിംഗ് മീ, ലെറ്റ് ഹിം ഗോ ഹിസ് വേ. Why should I bother about it എന്നുള്ളതാണ്. But if it is impacting me or is impacting somebody else or is creating something which could be a danger for somebody else, then I'll probably call up someone and take care of it, unless I can take care of it myself. Basically choose your battles wisely. Choose your battles wisely. There is no point in fighting. So അതിൻ്റെ പലപ്പോഴും when I talk to young management graduates and others, ഞാൻ പറയാറുണ്ട്, if there is a wall that is there, okay, and you need to get across there, it is not necessary for you to demolish the wall to go forward. If there is a path by the side, you take it and go. You don't have to say, I'll only break it and then only I'll go. So that is the way I would look at it. Okay. Last card. Remove the superficial. Remove the superficial. Sir, എത്ര തരത്തിലുള്ള ആൾക്കാരായിട്ട് ഇടപെടുന്നതാണ്? And you would be dealing with all kinds of facades and masks. ആ കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓർ സംതിങ് ദാറ്റ് കംസ് ടു യുവർ മൈൻഡ്? റിമൂവ് ദ സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് ഒരിതുള്ളത്, ഇപ്പോൾ ചില ആൾക്കാർ നമ്മളോട് പ്രത്യേകിച്ചും നമ്മൾ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ, ഇഫ് ദേ കീപ് ടെല്ലിങ് യു വാട്ട് യു വാണ്ട് ടു ഹിയർ, ഐ എം വെരി കെയർഫുൾ. കാരണം I know that person may not be very sincere about what he or she is saying. That person is telling me what they know I want to hear. That's not a person whom I will fully trust. Because I would like to see people who tell me that it's good, but there are certain things which can be done. Otherwise, that person is not contributing to that, to what that organization wants. So, that is one. The other one, നമ്മൾ പല സ്ഥാപനങ്ങളിലും നോക്കും, ഭയങ്കര ഷോ കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് അവരുടെ വിചാരവും അവരെ എല്ലാവരും കൂടെ പറയുന്നത്, ഞാനില്ലെങ്കിൽ ഈ സ്ഥാപനം തകർന്നു പോകും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ വളരെ എളുപ്പം ദേ ഗെറ്റ് എക്സ്പോസ്ഡ്. സോ ഇൻ എ വേ ഐ തിങ്ക് ദാറ്റ് സൂപ്പർഫിഷ്യൽ തിങ് കംസ് ദെയർ എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു കാർഡ് കൂടി ആയല്ലോ. നോട്ട് എ സിംഗിൾ ഡേ. Not a single day. For me, every day is important, okay? But I don't really, the way when I try to build up institutions and others, I try to look at it that institution should survive beyond me. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ ആ സ്ഥാപനം വിട്ടുപോയാലും ആ സ്ഥാപനത്തിനൊരു കുഴപ്പം വരാൻ പാടില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നോ പാർക്ക് വിടുന്നതിന് കുറച്ച് കാലം മുമ്പ് തന്നെ ഞാൻ ആരായിരിക്കണോ ആ സ്ഥാനത്തിലേക്ക് വരേണ്ടതെന്നുള്ളതും അവിടുത്തെ സിസ്റ്റംസും ആ ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ ടെക്നോ പാർക്കിൽ നിന്ന് രാജിവെച്ച സമയത്ത്, അന്ന് ശ്രീ നയനാരാണ് മുഖ്യമന്ത്രി, അപ്പോൾ പലരും ആ പൊസിഷന് ഗവൺമെൻറ്റിൽ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ചില സീനിയർ IPS ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ CM-നോട് ചെന്ന് പറഞ്ഞു, ഞാൻ രാജിവെച്ചു പോവുകയാണ്. എൻ്റെ ലെറ്ററിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ വ്യക്തിയെ വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളിനെ ക്ലിയറായിട്ട് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കണം. പക്ഷേ ഇങ്ങനെ ഒരാൾ വരുന്നത് അയാൾക്ക് മറ്റിടത്തൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വരാൻ ശ്രമിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നയനാറിൻ്റെ ടിപ്പിക്കൽ നീ ഇരുന്നിടത്ത് ഒരു പോലീസുകാരനെ വെച്ചാൽ നിനക്ക് മോശമല്ലേ, ഞാൻ പോലീസുകാരനെ വെക്കുന്നില്ല, നീ പറഞ്ഞ ആളിനായിട്ട് തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ യു നീഡ് ടു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ, ബിൽഡപ്പ്. പല ആൾക്കാരും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുമ്പോൾ, എൻ്റെ കാലം കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കാൻ പാടില്ലെന്ന്, അത് നല്ലതല്ല. ഇന്ന് ഞാൻ ചെയ്യുന്ന കേഡറിലും ഐ എം ട്രൈങ് ആ ഒരു ലെവലിലൊരു സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ ആൾക്കാരെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ശ്രമമുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഡിപ്പെൻഡൻസി ഹൈ ആണ്. അത് കഴിയുന്നത് എളുപ്പം മാറ്റുക എന്നുള്ള രീതിയിലാണ്
ഞാൻ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും വർക്ക് ചെയ്യുന്നത്. സോ ഇഫ് സംതിങ് ഹാപ്പൻസ് ടു മീ ആൻഡ് ഐ എം ഔട്ട് ടുഡേ, ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് സർവൈവ്. That's an amazing thought, and ഇനിയും ഒത്തിരി institutions may those take form under your guidance, and ഒത്തിരി ആൾക്കാർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ സർ. ആൻഡ് താങ്ക്സ് സോ മച്ച് ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ ടൈം. Thank you very much. തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തി. താങ്ക് യു സോ മച്ച്. Thank you very much. Thanks a lot. Thank you. Sir.